സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? വീഡിയോയൊക്കെ കണ്ട് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ ഐറ്റംസൊക്കെ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ കേവലം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് കുമ്പളങ്ങ കൊണ്ടുള്ള മോരൊഴിച്ച് കറി, കുമ്പളങ്ങ കൊണ്ടുള്ള നാടൻ പുളിശ്ശേരി എന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് തൈരൊക്കെ വീട്ടിലിരിപ്പുണ്ടാകും, പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ കഷ്ണം കാണുമല്ലോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉച്ചയാകുമ്പോൾ ചാറുകറി ഒന്നും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിടിയെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും 2 ദിവസത്തേക്ക് അത് ഇരിക്കും. തന്നെയല്ല, ഇന്ന് വെച്ചാൽ നാളത്തേക്കാണ് കൂടുതൽ അതിന് രുചി ഉണ്ടാകുന്നത്. അപ്പോൾ മുരുകറിയൊക്കെ ആയതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. വയറിനുമൊക്കെ വളരെ നല്ലതാണ്. കുമ്പളങ്ങയൊക്കെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മേടിക്കുന്നതൊക്കെ ട്രേയിൽ, വെജിറ്റബിൾ ട്രേയിൽ കിടക്കുമല്ലോ. അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് കറി നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അരമണിക്കൂർ താഴെ മതി ഇത് നമുക്ക് കറി ഉണ്ടാക്കാൻ. അതാണ് പ്രത്യേകത അതിൻ്റെ. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്കൊന്ന് കടന്നു കളയാം. പിന്നെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ കമൻറ്റുകളും ഒക്കെ അറിയിക്കുക കേട്ടോ. കഷളമായിട്ട് എടുക്കണത് കുമ്പളങ്ങ ഇട്ടോ മോരൊഴിച്ചുള്ള ഒരു പുളിശ്ശേരി തന്നെ തയ്യാറാക്കി കളയാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു കൊന്ത് കുമ്പളങ്ങ ഇരുന്നത് അത് തൊണ്ടൊക്കെ ചെത്തി സ്ലൈസ് ചെയ്ത് വെച്ച് അത് ഒരു കഴുകിയെടുത്തിട്ട് കലത്തിൽ നെകക്കത്തെ വെള്ളം ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങ. അപ്പം നമുക്കത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് സ്വല്പം ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടങ്ങ് വേവിച്ചെടുക്കാം. ആ കൂടെ ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പ് ഇച്ചിരി ഇരുന്നോട്ടെ, കഷ്ണത്തേട്ട് പിടിക്കാൻ വേണ്ടി കേട്ടോ. കുമ്പളങ്ങ, ഒരു സ്വല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി വേണ്ട, പകരം നമുക്ക് പച്ചമുളക് മതി കേട്ടോ. സ്വല്പം മഞ്ഞപ്പൊടി കണ്ട, മഞ്ഞപ്പൊടി. പിന്നെ ഞാൻ 2 പച്ചമുളക് പൊളിച്ച് വെച്ചിട്ടുണ്ട്. 2 എണ്ണം പിളർന്ന് വെച്ചേക്കണം. അത് ഇച്ചിരി വേപ്പില പതിവ്, അത് ഇതിലേക്ക് ഇടുക കേട്ടോ. ഇട്ട് നമുക്ക് അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചാലോ? മൂടി വെക്കും കേട്ടോ. അത് ഇച്ചിരി വേവാൻ താമസമുണ്ട്. കുമ്പളങ്ങയല്ലേ, വേവട്ടെ കേട്ടോ. ഫുൾ ഫ്ലെയിമിലാണ് വേവട്ടെ. ഇനി അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് കാണിക്കാം. അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല കൊഴുത്ത മോര. നമ്മൾ തൈര് ഉടച്ച് നമ്മൾ കാണനൊക്കെ ചെയ്യുന്നത് പോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് ഉടച്ച് വെച്ചേക്കണം കേട്ടോ. മോര് 1 കപ്പ്, അത് ഈ കപ്പിന് 1 കപ്പാണ് എടുക്കണത്. കാണാമോ? ഇനി മാറ്റിക്കോ. ഇനി ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ മഴ പെയ്യണോണ്ട്, ഇടി വെട്ടണോണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണു. അത് കാരണം ചിലപ്പോൾ ഈ മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടി ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരണ്ടി, അതിൻ്റെ കൂടെ ഒരു 2-3 ദളം വെളുത്തുള്ളി, 1-2 ദളം ചുമന്നുള്ളി, ഒരു പൊടിക്ക് ജീരകം, പിന്നെ ഒരു എരിവിനാവശ്യത്തിന് ഒരു 8-10 കാന്താരി മുളക്, നമ്മുടെ പച്ചക്കാന്താരി. ആ കാന്താരി മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചേക്കണ അരപ്പാണിത്. ഞാൻ പറഞ്ഞല്ലോ, അരച്ച് വെച്ചത് ഇത് കാണിക്കാൻ പറ്റാത്തത് എന്നാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമ്പോൾ അരയ്ക്കാൻ ചിലപ്പോൾ പറ്റൂല. അതുകൊണ്ട് കറണ്ട് ഉള്ള സമയം നോക്കി അരച്ച് വെച്ചതാട്ടോ. അപ്പം ഇത്രയാണ് ആകെ ഇതിന് വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് എല്ലാം വെന്ത് ചേർത്ത് കഴിയുമ്പോൾ കടുക് തെളിക്കണം. സ്വല്പം വെള്ളം ചേർത്തല്ലേ അരക്കണേ? അരക്കണ ആ കുഞ്ഞു ബൗളിൽ മിക്സിയുടെ, അതറിയാം, എല്ലാവർക്കും അറിയാം. കുറച്ച് വെള്ളം അതിൽ ചേർത്ത് വെച്ച് വെണ്ണ പോലെ അരഞ്ഞെടുക്കണം. മാറ്റട്ടെ, ഈ കുമ്പളങ്ങ വേവട്ടെ അവിടെ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങ വെന്തു കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കണ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ, ഉള്ളി, 2 തരം ഉള്ളി, ജീരകം, കാന്താരിമുളക് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് എത്രത്തോളം അരയാവോ അത്രത്തോളം നല്ലതാണ്. മോരുകറിക്കൊക്കെ ശരിക്കും അരയണം തേങ്ങ, നല്ല രുചി. പണ്ടത്തെ കാലത്തൊക്കെ ശരിക്കും കല്ലിലല്ലേ വെച്ച് അരക്കണത്, ഭയങ്കര ടേസ്റ്റി അതിന്. ഈ
മിക്സിയിൽ അരഞ്ഞ് കിട്ടിയാലും കല്ലിൽ അരക്കണതിന്റെ രുചി കിട്ടൂല കേട്ടോ എത്രയായാലും. കല്ലിൽ അരക്കണതിന് പ്രത്യേക രുചിയല്ലേ, പണ്ട് കാലത്ത് ഭയങ്കര രുചിയല്ലേ. ഇനി ഈ അരപ്പില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണം, 1 മിനിറ്റ് മതിയതാ. അരപ്പ് വെന്ത് കിട്ടാം. അരപ്പ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തൈര് ഉടച്ച് വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ചേർക്കണം, കൊഴുപ്പ് മോര. എന്നിട്ട് നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. മോരൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാ മോരുകറിയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്, തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇൻ കേസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കിയത് വെറുതെ ആവൂലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ അത് വാങ്ങാം കേട്ടോ. മോരൊഴിച്ച് കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ അരപ്പ് വേവിക്കാൻ വെച്ചേക്കുക. അരപ്പ് ഒരു 1 മിനിറ്റ് വേവണം അരപ്പ്, അല്ലെങ്കിൽ പച്ചച്ചൊവയാവൂലേ. ഇനിയിപ്പോൾ ഏതാണ്ട് സമയമായില്ലേ, നമുക്ക് മോര് ചേർത്താലോ? ചേർക്കാം. അത് പിന്നെ കടുക് വറുത്താൽ മതി. അതോടുകൂടി ആ പരിപാടി തീരും. മോരൊഴിക്ക് വേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കാന്താരിമുളകിന്റെ ആ സ്മെല്ല് വന്നെ അരപ്പില് അല്ലേ, നല്ല ഫ്രഷ് കാന്താരിമുളകല്ലേ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ മോര് എന്തോരം വേണം എന്നുള്ളത്. അരപ്പിന് മോരിന് പുളി കൂടിപ്പോയാലും കുഴപ്പമാണ്. നമ്മൾ 1 കപ്പ് മോര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര വേണം എന്നറിയില്ലല്ലോ. നോക്കട്ടെ, പുളിപ്പൊന്ന് നോക്കട്ടെ കേട്ടോ, പുളിപ്പൊന്ന് നോക്കട്ടെ. എന്നിട്ട് ചേർക്കാൻ വേണമെങ്കിൽ മോര് ഇച്ചിരി ചേർക്കാം. ഇച്ചിരി ബാക്കി ഇരിക്കട്ടെ, ഇത് ഉറക്കെടുത്ത് കളയാം, ഉറ കഴിക്കാം. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ചൂടാകുവാകാവുള്ളൂ. എന്നിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സ്വല്പം ഉലുവ വറുത്ത് പൊടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം, കറിയിലേക്ക്. ഇതിൻ്റെ കടുക് പൊട്ടിക്കുമ്പോൾ കാര്യം ഉലുവയും പൊട്ടിക്കാൻ ചേർക്കുമെങ്കിൽ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം, നല്ലതാണ്. മോരുകറിക്ക് അതൊരു പ്രത്യേകത. അതാ മീൻകറിക്കും മോരുകറിക്കുമാണത് ചേർക്കേണ്ടത്. ഇടയ്ക്ക് ഇളക്കണം. എനിക്ക് എന്നാ മോര് ചേർത്ത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇളക്കും, ഞാൻ പിരിഞ്ഞു പോയെങ്കിലോ എന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ടാണ്. ഉപ്പൊക്കെ പാകാം, കറക്റ്റാ ഉപ്പം. എന്നാൽ ഞാൻ നന്നായിട്ട് കറി ചൂടായി. ഇനി നമുക്ക് മറ്റേ ബർണറിലേക്ക് മാറ്റി വെച്ച് കടുക് വറുത്താലോ? വറുക്കാം. ഇത് ഞാൻ മാറ്റി ഇപ്പുറത്തേക്ക് വെക്കാം, എന്നിട്ട് തവ അതിലേക്ക് വെക്കാം. കടുക് പൊട്ടി ആ വെളിച്ചെണ്ണ കുപ്പിഞ്ഞെടുത്തേ. അതുപോലെ ഇച്ചിരി വെള്ളമുണ്ട്, അത് പോട്ടെ. എന്നിട്ട് കടുക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എണ്ണ ചൂടാകുമ്പോൾ കടുകിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഒരു 2 തരി ഉലുവയും കൂടെ ഇടും. എപ്പോഴും ഉലുവ, മുഴുവൻ ഉലുവ കടുകിടുക കേട്ടോ. പോരെ. ഇനി അത് പൊട്ടുമ്പോൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി മേപ്പിലേക്ക് അത് ചേർക്കാം. നമുക്കിത് കടുക് പൊട്ടി ഉള്ളി ഇടുക കേട്ടോ. ആദ്യം ലാസ്റ്റ് മുളക് ഇട്ടാൽ മതി. വേപ്പിലേങ്ങനെ അങ്ങ് ഇട്ടാക്കാം അല്ലേ. ഉള്ളി മേപ്പിലേ ഇട്ട് കേട്ടോ. വറ്റൽമുളക് ഇവിടെ ഇരിക്കണം, ലാസ്റ്റ് ഇടാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ വറ്റൽമുളക് പെട്ടെന്ന് മൂക്കൂലോന്നേ, അതുകൊണ്ടാണ്. തുലാവർഷത്തിന്റെ ഇതാന്ന് തോന്നുന്നു, ഇടിമുഴക്കോ മഴയും ഇടയ്ക്കിടയ്ക്ക് കാറ്റ് പോലും ഇല്ലേ. അതെ, ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പൊ ഈ തേങ്ങയരപ്പ് നേരത്തെ റെഡിയാക്കി വെക്കും, അപ്പൊ പിന്നെ വിഷയമില്ലല്ലോ. പിന്നെ നമുക്ക് കറണ്ട് പോയാലും പ്രശ്നമില്ല. ഇടി വെട്ടുമ്പോ ഒരു ഭയം അല്ലേ, കാറ്റുകൂടി. മഴ എത്രത്തോളം പെയ്യതാകുമോ അത്രത്തോളം നല്ലതാ, തണുപ്പ് കിട്ടൂലേ. ഇതേ ഉള്ളി ഒരുവിധം ചുമന്നു വന്നു. നമുക്ക് വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇട്ട് അധികം നേരം ഇല്ല, പെട്ടെന്നാവും. 1 മിനിറ്റ് ഒക്കെ മതിയോ? 1 മിനിറ്റ് വേണ്ട, ഇനിയുമ്പാവും. കരിഞ്ഞു പോലെ കരിഞ്ഞ പിന്നെ കരിയോ വരൂല. കറിയുടെ മൊത്തം സ്വാദ് പോകും. പിന്നെ കുഴപ്പം. ഇങ്ങനെ കടുക് താളിച്ചത് ചേർക്കാൻ പോവാതെ. അടിപൊളി. ഇങ്ങനെ കറി റെഡിയായി നമ്മുടെ. ഇനി ചോറ് വിളമ്പിയാൽ മതി ഇല്ലേ. ഇങ്ങനെ കുമ്പളങ്ങ ചേർത്തുള്ള മോര് കറി തയ്യാറായി.
തയ്യാറായിരിക്കും. നമ്മുടെ കിച്ചണിൽ റെഡി ആയിരിക്കും. ഇനി ഉലുവ വറുത്ത് പൊടിച്ചിടണം. ഉലുവാപ്പൊടി ഇടണം. ഞാൻ കടുക് പുറത്തങ്ങ് കാണിച്ചതല്ലേ, ഉലുവേൻ എടുത്തോണ്ട് വരാം. നമ്മള് റെഡിയാക്കി വെച്ചേക്കുമല്ലേ. ഓൾറെഡി നമ്മൾ കടുക് പൊട്ടിക്കുമ്പം മുഴുവൻ ഉലുവ ഇടും. പക്ഷെ മുഴുവൻ ഉലുവ കടുകിന്റെ കൂടെ ഇട്ടാലും സ്വല്പം തരി പൊടിച്ചതിടണം. അതിന് പ്രത്യേക ടേസ്റ്റ് ആണ്. ഈ ചാറിലേക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. അതിട്ടുമ്പോ ചേർക്കും കേട്ടോ. അതെ സ്വല്പം ദേ കടുക് വറുത്തിട്ടിട്ടുണ്ടല്ലോ. അല്ല ഉലുവ വറുത്തിട്ടിട്ടുണ്ട്. അതെ ഈ പടം എടുത്തോ. അങ്ങനെ ദേ കുമ്പളങ്ങ കഷ്ണം ഇട്ടുള്ള മോരുകറി, പുളിശ്ശേരി അല്ലേ, പണ്ട് കാലത്തെ കറിയാണ്. അതെ സിമ്പിൾ പുളിശ്ശേരിയാണ്. ആവിയൊക്കെ പറക്കണുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഡിഷാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.